കഥയാരംഭിക്കുന്നത് ഹിറ്റ്മാനായ ആർതർ ബിഷപ്പിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഏതൊരു കൊലപാതകവും അപകടമരണം പോലെ വരുത്തി തീർക്കാൻ മികച്ച കഴിവുള്ള വ്യക്തിയായിരുന്നു ആർതർ ബിഷപ്പ്. ആർതർ ബിഷപ്പിന് അന്ന് കിട്ടിയ ഒരു മിഷൻ ഏറെ ശക്തനായ ഒരു മാഫിയ ബോസിനെ വകവരുത്താനായിരുന്നു. കൊളംബിയൻ മാഫിയ ബോസ് ആണ് ആർതറിന്റെ ടാർഗറ്റ്. ആർതർ അയാളെ ഫോളോ ചെയ്തു. എപ്പോഴും ഗാർഡുകളൊക്കെ കൂടെയുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ. അങ്ങനെ അയാൾ കുളിക്കാനിറങ്ങുന്ന ഒരു സമയം ആർതറിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. പൂളിൽ കുളിക്കാനിറങ്ങിയ അയാൾ താഴെ എന്തോ തിളങ്ങുന്ന കണ്ട് വെള്ളത്തിനടിയിലേക്ക് ഓടിയിട്ട് ചെന്നു. അതൊരു ഫാൻസി വാച്ച് ആയിരുന്നു. പക്ഷേ അതിനടുത്തേക്ക് അയാൾ ഓടിയിട്ടെത്തുന്നതിനു മുമ്പേ പൂളിനുള്ളിൽ വെച്ച് ഒരാൾ അയാളെ കടന്നാക്രമിച്ചു. അത് ആർതർ ബിഷപ്പായിരുന്നു. വളരെ സ്മൂത്തായി വെള്ളത്തിൽ വെച്ച് തന്നെ ബിഷപ്പ് അയാളെ അങ്ങ് മുക്കിക്കൊന്നു. കണ്ടാൽ മുങ്ങിമരണമാണെന്നേ ആരും പറയുകയുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആർതർ തന്റെ ജന്മനാടായ ലൂസിയാനയിലേക്ക് എത്തുകയും ചെയ്തു. ആർതറിന്റെ വീട് വളരെയധികം ഒറ്റപ്പെട്ടയിടത്താണ്. അങ്ങോട്ടേക്ക് ബോട്ട് വഴി മാത്രമേ എത്തിപ്പെടാൻ പറ്റുമായിരുന്നുള്ളൂ. വീട്ടിലെത്തിയ ആർതർ തന്റെ ടാർഗറ്റുകളുടെ ലിസ്റ്റൊക്കെ നോക്കി. ലിസ്റ്റിൽ നിന്നും അവസാന ടാർഗറ്റിന്റെ ഫോട്ടോ എടുത്തു മാറ്റി. അടുത്ത ദിവസം ആ മാഫിയ ബോസിന്റെ വാർത്ത പേപ്പറുകളിൽ ഉണ്ടായിരുന്നു. ആർതറിന്റെ മികവ് പോലെ തന്നെ അതൊരു മുങ്ങിമരണം എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അടുത്ത ദിവസം ആർതർ ഒരു കഫേയിൽ പോയി. അവിടെ വെച്ച് ഹാരി മെക്കാനയെ ആർതർ നേരിട്ട് കണ്ടു. ഹാരി മെക്കാന ഒരു മുൻകാല ഹിറ്റ്മാനും അസാസിനുമൊക്കെയാണ്. ആർതറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുരുതുല്യനായിരുന്നു. ആർതറും ഹാരിയും അന്ന് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. കൂടുതലും ജീവിതകാര്യങ്ങളാണ്. തന്റെ മകൻ സ്റ്റീവിനെ പറ്റി വളരെയധികം ആശങ്കയോടെ ഹാരി സംസാരിക്കുന്നുണ്ട്. ഒന്നിലും ഒരു മികവുമില്ലാത്തവൻ, പരിശീലിപ്പിക്കാൻ നോക്കിയിട്ടും ഒന്നും ശരിയാകാത്തവൻ. മകനെ പറ്റിയുള്ള ഓർമ്മകൾ ഹാരിയെ വലിയ തോതിൽ അസ്വസ്ഥനാക്കുന്നുണ്ട്. അധികം വൈകാതെ ആർതർ ബിഷപ്പിന് ഒരു പെൺകുട്ടിയുടെ കമ്പനി കിട്ടി. ആർതർ ബിഷപ്പ് ആരാണ് എന്നറിയാതായിരുന്നു ആ പെൺകുട്ടി കമ്പനി കൊടുത്തത്. കമ്പനി എൻജോയ് ചെയ്ത് ബിഷപ്പും അവളുടെ കൂടെ കൂടി. അടുത്ത ദിവസം പുതിയ ജോലിയുടെ കാര്യം കമ്പ്യൂട്ടറിൽ ആർതർ നോക്കാൻ തുടങ്ങി. മെക്കാനിക് നീഡഡ് എന്നിടത്ത് ടാർഗറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ മുഴുവൻ ഉണ്ടാകും. പക്ഷേ പുതിയ ടാർഗറ്റിനെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ആർതർ ഞെട്ടിപ്പോയി. അത് ഹാരി മക്കാനയായിരുന്നു. ആർതറിന്റെ ഗുരുവും തലേ ദിവസം താൻ കണ്ടതുമായ അതേ വ്യക്തി തന്നെ. ബിഷപ്പ് ഒട്ടും മടിച്ചില്ല. ഉടനടി ജോലി ഏൽപ്പിച്ച എംപ്ലോയർ ഡീനിനെ വിളിച്ചു. കാര്യങ്ങൾ വിശദമായി അറിയണം എന്നാവശ്യപ്പെട്ടു. ഒടുവിൽ ഡീൻ തീരുമാനിച്ച ഇടത്ത് ആർതറും ഡീനും കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് ഡീൻ സംസാരിച്ചു. ചാപ്റ്റണിൽ വെച്ച് അവരൊരു മിഷൻ നടത്തിയിരുന്നു. ആ മിഷനിൽ വെച്ച് അവരുടെ ഏറ്റവും മികച്ച 5 ഹിറ്റ്മാൻസ് ആണ് കൊല്ലപ്പെട്ടത്. ആ മിഷനെ പറ്റി ആകെ വിവരമറിയുന്നത് എനിക്കും ഹാരിക്കും മാത്രമായിരുന്നു. ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഹാരിയുടെ അക്കൗണ്ടിൽ വളരെയധികം വലിയ തുകയുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ഹാരിയാണ് ഒറ്റുകാരൻ എന്നതോടെ മനസ്സിലാക്കുകയാണ്. ഹാരി മിക്കവാറും വലിയ തുകയ്ക്ക് ചാപ്റ്റണിലെ തങ്ങളുടെ മിഷന്റെ വിവരം വിറ്റിരിക്കണം. അതിന് പ്രതികാരം ചെയ്തേ പറ്റൂ. ആർതർ ഈ മിഷൻ ഏറ്റെടുക്കുമോ അതോ ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? ഡീൻ ആർതറിനോട് ചോദിച്ചു. ആർതർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. വീട്ടിലെത്തിയ ആർതർ ഡീൻ പറഞ്ഞ കാര്യങ്ങൾ വാർത്തകളിലും മറ്റുമായി പരിശോധിച്ചു. സംഭവം സത്യമാണെന്ന് ഉറപ്പുവരുത്തി. എന്നിരുന്നാലും തന്റെ ഗുരുവിന് നേരെ തോക്ക് ചൂണ്ടാൻ ആർതറിന് മടിവരുന്നുണ്ടായിരുന്നു. അയാൾ ഒരുപാട് ചിന്തിച്ചു. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ആർതർ ഓഫീസിലായിരുന്ന ഹാരിയെ വിളിച്ചു. ഡീനും ഡീനിന്റെ ആളുകളും ഹാരിയെ തേടി എത്തുന്നുണ്ടെന്നും വേഗത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ട് രക്ഷപ്പെടാൻ ആർതർ ആവശ്യപ്പെടുകയും ചെയ്തു. ഹാരി ഉടനടി തന്റെ വീൽ ചെയറിൽ വേഗത്തിൽ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. അങ്ങോട്ടേക്ക് എത്തിയ ഹാരി കണ്ടത് എതിരെ വരുന്ന ആർതറിനെയായിരുന്നു. ആ ഒരു നിമിഷത്തിൽ ഹാരിക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരുന്നു. താനാണ് ടാർഗറ്റ് എന്ന് ഹാരി സ്വയം തിരിച്ചറിഞ്ഞു. ഒരു കാർ മോഷണ ശ്രമം, അതിനിടയിൽ ഹാരി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വരുത്തി തീർക്കാനായിരുന്നു ആർതർ പ്ലാൻ ചെയ്തിരുന്നത്. ഹാരി തന്റെ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്തു. തന്റെ കാറിലേക്ക് കുറച്ചു തവണ നിറയൊഴിച്ചു. പിന്നാലെ തോക്ക് അദ്ദേഹം തന്നെ ആർതറിന്റെ കയ്യിലേക്ക് കൊടുത്തു. മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ എനിക്ക് നല്ലത് നിന്റെ കയ്യിൽ കൊല്ലപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ് മരണത്തിനായി ഹാരി തയ്യാറെടുത്തു നിന്നു. ആർതർ ഹാരിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. വൈകാതെ ഹാരിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുകയാണ്. അവിടെ വെച്ച് ആർതർ ഹാരിയുടെ മകൻ സ്റ്റീവിനെ പരിചയപ്പെട്ടു. സ്റ്റീവിന് ഒരു റൈഡ് ആർതർ ഓഫർ ചെയ്തു. പക്ഷേ സ്റ്റീവിന്റെ പ്രശ്നം അത്ര ചെറുതൊന്നുമായിരുന്നില്ല. അച്ഛൻ തനിക്കായി ഒന്നും വിട്ടിട്ട് പോയിട്ടില്ലെന്നും വീടടക്കം ജപ്തിയാവുന്ന അവസ്ഥയിലാണ് എന്നും അവൻ വിശദീകരിച്ചു. തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ കാർമോഷ്ടാക്കളാണ് എന്ന് തന്നെയായിരുന്നു സ്റ്റീവ് ചിന്തിച്ചിരുന്നത്. അതിന്റെ ഫലമായി ആ പ്രദേശത്തെ ഒരു കാർമോഷ്ടാവിനെ സ്റ്റീവ് വകവരുത്തുന്നു പോലുമുണ്ട്. പക്ഷേ അന്ന്
സ്റ്റീവിന് അപകടം സംഭവിക്കേണ്ടതായിരുന്നു. സ്റ്റീവിനെ പിന്തുടർന്നിരുന്ന ബിഷപ്പ് കൃത്യസമയം എത്തിച്ചേർന്നതുകൊണ്ട് സ്റ്റീവിനെ രക്ഷപ്പെടുത്താൻ ബിഷപ്പിന് കഴിഞ്ഞു. കൊലപാതക കുറ്റത്തിൽ നിന്നും വളരെ വിദഗ്ധമായി തെളിവുകളുണ്ടാക്കി സ്റ്റീവിനെ ആർതർ ബിഷപ്പ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബിഷപ്പ് പുറത്തേക്ക് വരുമ്പോൾ സ്റ്റീവ് ബിഷപ്പിനെ വന്ന് കണ്ടു. തനിക്ക് സഹായം ചെയ്യാൻ തന്റെ അച്ഛന് റീപേ ചെയ്യാൻ സ്റ്റീവ് ആവശ്യപ്പെട്ടു. സ്റ്റീവ് ചോദിച്ചത് ഒരു ഹിറ്റ്മാൻ ആകാൻ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാമോ എന്നായിരുന്നു. പക്ഷേ ബിഷപ്പിന് അപ്പോൾ അത് പറ്റില്ലായിരുന്നു. അത് ശരിയാവില്ലെന്ന് കണ്ട് അവനെ അവിടെ വിട്ട് ബിഷപ്പ് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയിട്ടും ഹാരിയുടെ ഓർമ്മകളിൽ നിന്ന് മുക്തമാവാൻ ബിഷപ്പിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തോ താൻ അപൂർണമാക്കിയതുപോലൊരു തോന്നൽ. ഹാരിയും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിരുന്നത് തന്റെ മകൻ സ്റ്റീവിന്റെ കാര്യത്തിലായിരുന്നല്ലോ. ഫോണെടുത്ത് അന്ന് രാത്രി തന്നെ ബിഷപ്പ് സ്റ്റീവിനെ വിളിച്ചു. അടുത്ത ദിവസം സ്റ്റീവിനെ അവൻ നേരിട്ട് കണ്ടു. അവരുണ്ടായിരുന്നത് ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു. അവിടെ വെച്ച് സ്റ്റീവിനോട് ബിഷപ്പ് സംസാരിച്ചു. തനിക്കറിയാവുന്നതൊക്കെ താൻ സ്റ്റീവിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നാലെ അതിന്റെ തുടക്കമെന്ന രീതിയിൽ അവിടെ നിന്നും പ്രത്യേക ബ്രീഡിലുള്ള ഒരു നായ വാങ്ങി അതുമായി താൻ പറയുന്ന കഫേയിൽ എല്ലാ ദിവസവും കൃത്യസമയത്തെത്തണം എന്നാവശ്യപ്പെട്ടു. കൂട്ടത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും ടാക്ടിക്സും മറ്റു കാര്യങ്ങളും ബിഷപ്പ് സ്റ്റീവിനെ പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, സ്റ്റീവിൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഗൈഡ് ബുക്ക് കൊടുത്ത് ഏതൊക്കെ തരം ആക്സിഡന്റുകൾക്കാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്നതെന്നും എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നത് എന്നുമുള്ള കാര്യങ്ങളടക്കം ബിഷപ്പ് വിശദീകരിച്ചു പറഞ്ഞു. അപകടം പോലെ ഒരു മരണം എങ്ങനെയാക്കി തീർക്കണം എന്നതും ബിഷപ്പ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊടുവിൽ സ്റ്റീവിന്റെ വീടും ജപ്തി ചെയ്യപ്പെട്ടു. അതോടെ സ്റ്റീവ് പൂർണ്ണമായും ബിഷപ്പിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. സ്റ്റീവിന് കൂടുതൽ ട്രെയിൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ട്രെയിനിങ് കടുത്തതായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞതും തന്റെ ഒരു കോൺട്രാക്ട് താൻ നടപ്പിലാക്കുന്നത് നേരിട്ട് കാണാൻ സ്റ്റീവിനെ ബിഷപ്പ് കൊണ്ടുപോയി. അന്ന് ബിഷപ്പിന്റെ ടാക്ടിക്സും ശത്രുവിനെ പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ബിഷപ്പിന്റെ രീതിയുമൊക്കെ സ്റ്റീവ് നോക്കിക്കാണുന്നുണ്ട്. ബിഷപ്പിന്റെ അടുത്ത ടാർഗറ്റ് വലിയൊരു ആയുധ കച്ചവടക്കാരനായിരുന്നു. ബിഷപ്പ് തന്നെ അയാളുടെ കാര്യം ഡീല് ചെയ്തു. അടുത്തതായി വന്ന ടാർഗറ്റിനെ ബിഷപ്പ് ഏൽപ്പിച്ചത് സ്റ്റീവിനെയായിരുന്നു. സ്റ്റീവ് കുറച്ചു നാളുകളായി ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു കഫേയിൽ കൃത്യസമയം പോയിരിക്കുന്നുണ്ടല്ലോ. അതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. അവിടെ സ്റ്റീവ് ചെന്നിരിക്കുന്ന അതേ സമയം ബർക്ക് എന്ന പേരുള്ള ഒരു അസാസിനും വന്നിരിക്കും. അയാൾക്ക് ചെറിയ നായകളോടും ആണുങ്ങളോടുമാണ് വളരെയധികം പ്രിയമുള്ളത്. ഒരു മാസം തുടർച്ചയായി സ്റ്റീവ് അവിടെ തുടർന്നപ്പോൾ ഒരു ദിവസം ബർക്ക് സ്റ്റീവിനെ തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഒരു ഡ്രിങ്കിന് ശേഷം സ്റ്റീവുമായി റൂമിലേക്ക് പോവാനായിരുന്നു ബർക്കിന്റെ പദ്ധതി. സ്റ്റീവിന് ബിഷപ്പ് നിർദ്ദേശം കൊടുത്തിരുന്നു കൃത്യമായി ബർക്കിന്റെ ഡ്രിങ്കിൽ മയക്കുമരുന്ന് കലർത്തണമെന്നും എന്നിട്ട് വേണം കാര്യങ്ങൾ നടപ്പിലാക്കാനെന്നും. പക്ഷേ സ്റ്റീവ് അത് ചെയ്തില്ല. തന്റെ കഴിവ് പ്രൂവ് ചെയ്യണം എന്ന് ചിന്തിച്ച സ്റ്റീവ് കാര്യങ്ങൾ തന്റെ കയ്യിലേക്കാക്കി ബിഷപ്പിന് മുമ്പിൽ ആളാവാൻ തീരുമാനിച്ചിരുന്നു. ബർക്കിനൊപ്പം ബർക്കിന്റെ ഇടത്തേക്ക് സ്റ്റീവ് എത്തി. ബിഷപ്പ് തന്റെ കൺമുമ്പിൽ വെച്ച് ചെയ്ത കൊലപാതകം പോലെ ബർക്കിന്റെ കഴുത്തിൽ ബെൽറ്റ് കൊടുക്കി ബർക്കിനെ കൊലപ്പെടുത്താൻ സ്റ്റീവ് ശ്രമിച്ചു. പക്ഷേ കരുത്തനായ ബർക്കിന് മുമ്പിൽ സ്റ്റീവിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ പിന്നെ നടന്നത് ശക്തമായൊരു ഫൈറ്റ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു സ്റ്റീവിന് ബർക്കിനെ വകവരുത്താൻ കഴിഞ്ഞതുപോലും. ഒടുവിൽ ബിഷപ്പ് തന്നെ എത്തി കാര്യങ്ങൾ അപകടം പോലെ ആക്കി തീർക്കാൻ സ്റ്റീവിനെ സഹായിക്കേണ്ടി വന്നു. അധികം വൈകാതെ ബിഷപ്പിനെ തേടി അടുത്ത ജോലി എത്തി. ഒരു പാഴ്സലായിരുന്നു അത്. ആ പാഴ്സലിൽ വിവരങ്ങളും ഡീൻ കൊടുത്തിരിക്കുന്ന ഫോണുമുണ്ട്. അവസാനം ഏൽപ്പിച്ച ജോലിക്ക് ബിഷപ്പ് സ്റ്റീവിനെ പറഞ്ഞയച്ചതൊന്നും ഡീനിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ അതൃപ്തി ഡീൻ പ്രകടമാക്കി. വൈകാതെ വളരെ വലിയൊരു കോൺട്രാക്ട് വന്നിട്ടുണ്ട് എന്ന് ഡീൻ ബിഷപ്പിനെ അറിയിച്ചു. ഇത്തവണ ഒരു കൾട്ട് ലീഡറായ ആൻഡ്രൂ ആയിരുന്നു അവരുടെ ടാർഗറ്റ്. ഫണ്ട് റൈസിംഗിലൂടെയും TV ഷോസിലെയും വളരെയധികം പേരും പ്രശസ്തിയും അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വൈകാതെ സ്റ്റീവും ബിഷപ്പും ചേർന്ന് എങ്ങനെ അയാളെ വകവരുത്താം എന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ആരംഭിച്ചു. ആദ്യത്തെ ആലോചനയിൽ തന്നെ വന്നത് അഡ്രിനാലിൻ ഉപയോഗിച്ച് ആൻഡ്രൂവിനെ കുത്തി അതൊരു സ്വാഭാവിക മരണമെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ കൊലപാതകം നടത്താമെന്നായിരുന്നു. വൈകാതെ അവർ തങ്ങളുടെ മിഷനായി ചിക്കാഗോയിലേക്ക് പുറപ്പെട്ടു. ആൻഡ്രൂ താമസിക്കുന്നത് അവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്.
ആരുടെയും കണ്ണിൽപ്പെടാതെ വശങ്ങളിലൂടെ അവർ ആൻഡ്രൂവിന്റെ മുറിയിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിച്ചു. വെന്റിലേഷൻ വഴിയിലൂടെ ആൻഡ്രൂവിന്റെ മുറിയിൽ എത്തിച്ചേരാനായിരുന്നു ബിഷപ്പിന്റെയും സ്റ്റീവിന്റെയും പദ്ധതി. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴാണ് ആൻഡ്രൂവിന്റെ ഡോക്ടർ സംസാരിക്കുന്നത് അവർ കേൾക്കുന്നത്. ആൻഡ്രൂവിന് പ്രത്യേകതരം ഒരു മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. അത് കേട്ടതും ആ മരുന്ന് അഡ്രിനാലിനെതിരെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കിയ ബിഷപ്പ് തങ്ങൾ ഉദ്ദേശിച്ച വഴിയിൽ ആൻഡ്രൂവിനെ കൊലപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുകയാണ്. അതോടെ ശ്വാസം മുട്ടി മരിച്ച രീതിയിലേക്ക് ആൻഡ്രൂവിന്റെ മരണം എത്തിക്കാൻ അവർ ശ്രമം ആരംഭിച്ചു. അങ്ങനെ ആൻഡ്രൂവിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ഡിവൈസ് അടക്കം ഉപയോഗിച്ച് അവർ മിഷൻ നടത്തുക തന്നെ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അവരുപയോഗിച്ചിരുന്ന ഒരു വസ്തു താഴേക്ക് വീണു. അതിന്റെ ശബ്ദം കേട്ടതും ഗാർഡുകൾ പാഞ്ഞെത്തി. പിന്നെ പറയണ്ടല്ലോ, അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. എന്നിരുന്നാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു ചാടാൻ ഇരുവർക്കുമായി സ്റ്റീവും ബിഷപ്പും നേരെ എയർപോർട്ടിലെത്തി. സ്റ്റീവിനെ മറ്റൊരു വഴിക്ക് പറഞ്ഞയച്ചു. വൈകാതെ മിഷന്റെ പണത്തിനായി എയർപോർട്ടിൽ ബിഷപ്പ് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്താണ് ബിഷപ്പിന്റെ കണ്ണിൽ അത് പെട്ടത്. ചാപ്റ്റനിൽ വെച്ച് നടന്ന ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ഒരു ഹിറ്റ്മാൻ ജീവനോടെ അവന്റെ കൺമുമ്പിൽ വന്നിരിക്കുന്നു. അയാൾ ജീവനോടെ ഉണ്ടാവേണ്ടതല്ലോ, അയാൾ എങ്ങനെ ഇവിടെ ജീവനോടെ വന്നു എന്ന സംശയം ബിഷപ്പിന്റെ ഉള്ളിൽ നിറഞ്ഞു. അയാളെ പിന്തുടർന്ന് ബിഷപ്പ് ഒരിടത്ത് പിടിച്ചു നിർത്തി. പിന്നാലെ അയാളോട് ചാപ്റ്റനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ബിഷപ്പിനെ അറിയാവുന്ന അയാൾ ഭയന്നുകൊണ്ട് സത്യങ്ങൾ പറഞ്ഞു. ചാപ്റ്റനിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഡീനായിരുന്നു. ഡീൻ തനിക്ക് വളരെ വലിയ തുക തന്നു. കൂടെയുള്ള ഹിറ്റ്മാൻസിന് മുഴുവൻ വകവരുത്തിയേക്കാൻ പറഞ്ഞു. ഞാനാണ് അവരെയൊക്കെ കൊലപ്പെടുത്തിയത്. കൂട്ടത്തിൽ എന്റെ മരണവും ഫേക്ക് ചെയ്തു. ഡീനിന്റെ ഷാഡി ഡീലിംഗ്സ് ഒക്കെ കവർ ചെയ്യാനായിരുന്നു ഡീൻ അത്തരത്തിലൊരു പരിപാടി നടത്തിയത്. പിന്നാലെ ഡീൻ അതൊക്കെ ഹാരിയുടെ തലയിലിട്ടു. ഹാരിയെയും ഇല്ലായ്മ ചെയ്ത് ഡീൻ സേഫായി. അത് കേട്ടതും ബിഷപ്പിന്റെ രോഷം ആളിക്കത്തിയിരുന്നു. ഓർഗനൈസേഷൻ തന്നെ പൊട്ടനാക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ്, തന്നെ ഉപയോഗിച്ച് ഹാരിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത് എന്ന തിരിച്ചറിവ് ബിഷപ്പിനെ വല്ലാതെ ബാധിച്ചു. ബിഷപ്പ് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ പഴയതുപോലായിരുന്നില്ല. ബോട്ട് കെട്ടുന്ന ഡോക്കിലേക്ക് ബിഷപ്പ് എത്തിയപ്പോൾ അവിടെ ബിഷപ്പിനെ കാത്ത് ഡീനിന്റെ ആളുകളുണ്ടായിരുന്നു. ബിഷപ്പ് ഒട്ടും മടിച്ചില്ല. ഡീനിനെ വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞു, എനിക്ക് വേണ്ടി ആളുകളെ അയക്കണ്ട, നിന്നെ കൊല്ലാൻ ഞാൻ വരുന്നുണ്ട്. ഇതേ സമയം ബിഷപ്പിന്റെ വീട്ടിൽ സ്റ്റീവിനെ ഡീനിന്റെ ആളുകൾ ബന്ദിയാക്കി സോഫമേലിരുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റീവ് ഡീനിനെ വിളിച്ചപ്പോൾ ഡീൻ സംസാരിച്ചു. സ്റ്റീവ് ഇരിക്കുന്ന സോഫയിൽ തന്നെ ഒരു തോക്ക് ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അതെടുത്ത് വേണ്ട പോലെ പ്രയോഗിച്ചോളൂ എന്നും ബിഷപ്പ് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, സ്റ്റീവ് തോക്കെടുത്ത് വേണ്ട രീതിയിൽ അവിടെ ആക്ഷനിലേക്ക് കടന്നു. തന്നെ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും രക്ഷപ്പെട്ട ബിഷപ്പ് ഡീനിന്റെ ഒരു ബോഡി ഗാർഡിന്റെ അഡ്രസ്സും മറ്റും തപ്പിയെടുത്തു. ഈ സമയം ഗ്യാരേജിലേക്ക് പോയിരുന്ന സ്റ്റീവ് അവിടെ തിരയുകയായിരുന്നു. തിരച്ചിലിനിടയിൽ സ്റ്റീവിന് ഒരു തോക്ക് കിട്ടി. ഹാരിയുടെ അതേ തോക്ക്. അത് കണ്ടതും തന്റെ അച്ഛനെ കൊന്നത് ബിഷപ്പാണ് എന്ന കാര്യം സ്റ്റീവ് തിരിച്ചറിഞ്ഞിരുന്നു. ബിഷപ്പിനോട് വല്ലാത്തൊരു ദേഷ്യം സ്റ്റീവിന്റെ ഉള്ളിൽ ആളിക്കത്തി. പക്ഷേ അവിടെ നിന്നവർ പുറപ്പെട്ടു പോകുമ്പോഴും സ്റ്റീവ് അക്കാര്യമൊന്നും ബിഷപ്പിനോട് ചോദിച്ചതേയില്ല. അവർ നേരെ പോയത് ഡീനിന്റെ ബോഡി ഗാർഡിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെത്തി അയാളെ ബന്ദിയാക്കി ഭാര്യയെയും മകളെയും കാട്ടി ഭീഷണിപ്പെടുത്തി. ഡീൻ എവിടെയുണ്ട് എന്ന കാര്യം ചോദിച്ചറിയാൻ അവർ ശ്രമിച്ചു. തന്റെ കുടുംബം അപകടത്തിലാകും എന്ന് കണ്ടതും മറ്റു വഴിയില്ലാതെ അയാൾ ഡീനിന്റെ ലൊക്കേഷൻ പറഞ്ഞു. കുറച്ച് സമയത്തിനു ശേഷം ഡീനിന് ബിഷപ്പിന്റെ കോൾ വരികയാണ്. ഹാരിയെ കൊന്നതിനടക്കം $50 മില്യൺ തന്റെ പ്രതിഫലം തരാൻ ബിഷപ്പ് ആവശ്യപ്പെട്ടു. $10 മില്യൺ വേണമെങ്കിൽ തരാം, നിന്റെ പ്രതികാര നടപടിയൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു പോക്കോ എന്നായിരുന്നു ഡീനിന്റെ മറുപടി. പിന്നാലെ കോള് കട്ടായി. ആ സമയമാണ് ഡീൻ ശ്രദ്ധിക്കുന്നത്. കോൾ വന്നിരിക്കുന്നത് ഡീനുള്ള അതേ ബിൽഡിംഗിന്റെ മുകൾ നിലയിൽ നിന്നുമാണ്. ഡീൻ ഭയപ്പെട്ടിരുന്നു. ഡീൻ പിന്നാലെ ബിഷപ്പിനെ വകവരുത്താൻ വേണ്ടി തന്റെ ആളുകളോട് പറഞ്ഞു. അവർ തോക്കുമെടുത്ത് ബിഷപ്പിനെ തിരഞ്ഞിറങ്ങി. ഡീനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചിരുന്നു. പിന്നെ പറയണ്ടല്ലോ, നടന്നതൊരു ഏറ്റുമുട്ടലായിരുന്നു.
ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ സ്റ്റീവും ബിഷപ്പും ചേർന്നുകൊണ്ട് ഡീനിനെ വകവരുത്തുകയാണ്. അവിടെ നിന്നും ഒരു ട്രക്കിൽ ബിഷപ്പും സ്റ്റീവും കൂടി തിരികെ പോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിക്ക് അവർ പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഹാരിയുടെ തോക്ക് പിന്നിലുള്ളത് ബിഷപ്പ് ശ്രദ്ധിച്ചിരുന്നു. സ്റ്റീവ് സത്യങ്ങൾ മനസ്സിലാക്കി എന്നും ബിഷപ്പ് തിരിച്ചറിഞ്ഞു. അവരൊരു ഗ്യാസ് സ്റ്റേഷനിൽ ട്രക്ക് നിർത്തി. താൻ സ്റ്റോറിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീവ് ട്രക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബിഷപ്പ് ചോദിച്ചു, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞ സ്റ്റീവ് നേരെ സ്റ്റോറിലേക്ക് പോയി. തൊട്ടു പിന്നാലെ ബിഷപ്പിന്റെ ട്രക്ക് ഒരു സ്ഫോടനത്തിനിരയാവുകയാണ്. ബിഷപ്പ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഏവരും കരുതിയത്. തന്റെ അച്ഛനെ കൊന്നവനോട് താൻ പ്രതികാരം തീർത്തു എന്ന ചിന്തയിൽ സ്റ്റീവും കഴിഞ്ഞു. സ്റ്റീവ് അവിടെ നിന്നും നേരെ ബിഷപ്പിന്റെ വീട്ടിലേക്ക് എത്തി. ബിഷപ്പ് സ്റ്റീവിനോട് പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ ചെയ്യരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഒന്ന്, അവിടുത്തെ ടേൺ ടേബിളിൽ ഒരു റെക്കോർഡ് പ്ലേ ചെയ്യിപ്പിക്കരുതെന്നായിരുന്നു. മറ്റൊന്ന്, ബിഷപ്പിന്റെ 1966 മോഡൽ ജാഗ്വർ ഈ ടൈപ്പ് കാർ എടുക്കരുതെന്നും. സ്റ്റീവ് അത് രണ്ടും പ്രവർത്തിച്ചു. ആദ്യം റെക്കോർഡ് പ്ലേ ചെയ്തു. പിന്നാലെ ബിഷപ്പിന്റെ കാർ എടുത്ത് അത് ഓടിച്ചു പോവാൻ തുടങ്ങി. അപ്പോഴാണ് സൈഡിലിരിക്കുന്ന ഒരു പേപ്പർ സ്റ്റീവ് ശ്രദ്ധിക്കുന്നത്. സ്റ്റീവ് അതെടുത്ത് വായിച്ചു. അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: സ്റ്റീവ്, നീ ഇതിപ്പോൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ മരണപ്പെടും എന്നാണ്. തൊട്ടു പിന്നാലെ ആ കാർ സ്ഫോടനത്തിനിരയായി. കാറിനകത്തിരുന്ന സ്റ്റീവും ആ നിമിഷം തന്നെ ഇല്ലാതായി. തനിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്റ്റീവ് അതൊക്കെ ചെയ്യുമെന്ന് ബിഷപ്പ് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബിഷപ്പ് സെറ്റപ്പ് ചെയ്തു വെച്ച ട്രാപ്പായിരുന്നു അത്. മറ്റൊരു കാര്യം കൂടി ആ സമയം വ്യക്തമാകുന്നുണ്ടായിരുന്നു. സ്റ്റീവ് തന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ബിഷപ്പ് സ്റ്റീവ് സ്റ്റോറിലേക്ക് പോയതും ട്രക്കിൽ നിന്ന് പുറത്തേക്ക് എടുത്തുചാടി രക്ഷപ്പെട്ടിരുന്നു. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണുകയും ചെയ്യാമായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.